ഇറാൻ ഇസ്രായേൽ വാർ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ വലിയ തോതിലൊരു സെല്ലിംഗ് പ്രഷറാണ്. ഗ്ലോബൽ മാർക്കറ്റിലെ ഫോള് മാറ്റി നിർത്തിയാൽ കൂടിയും മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ വലിയ തോതിലൊരു ഭീതിയുണ്ട്. ഈ ഒരു യുദ്ധം തീരാനാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. ഈ ഒരു യുദ്ധം തീരണമെങ്കിൽ കുറച്ച് ഫോർമുലാസ് കൃത്യമായിട്ട് വരണം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു യുദ്ധം തീരാനായിട്ട് ഏതൊക്കെ സാഹചര്യങ്ങൾ ഒത്തു വന്നാലാണ് തീരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇറാൻ വലിയൊരു ആണവ ശക്തിയായിട്ട് മാറുന്നത് ഇസ്രായേലിനും അമേരിക്കക്കും അത് ഒരുപോലെ തന്നെ ഭീഷണിയാണ്. ഇതിനു മുമ്പും ഇസ്രായേൽ പല അറബ് രാജ്യങ്ങളും ആണവ ശക്തിയായിട്ട് മാറുന്ന സാഹചര്യങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. 1981 ഓപ്പറേഷൻ ഓപ്പർ എന്ന പേരിൽ ഇറാഖ് അമേരിക്ക ആക്രമിച്ചപ്പോൾ അവിടുത്തെ ഒസ്രാക്ക് എന്ന് പറയുന്ന ആണവ നിലയം ആക്രമിച്ച് തകർത്തിരുന്നു. അതുപോലെ തന്നെ സിറിയയിലും മറ്റുള്ള അറബ് കൺട്രീസിലും എപ്പോഴൊക്കെയാണ് ഒരു ആണവ ശക്തിയായിട്ട് അറബ് കൺട്രീസ് ഉയർന്നു വരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പോഴൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറാൻ വലിയൊരു ആണവ ശക്തിയായിട്ട് മാറുന്നത് ഇറാന്റെ ബന്ധവൈരികളായിട്ടുള്ള ഇസ്രായേലിനും അമേരിക്കക്കും വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയായി മാറും എന്നുള്ളതാണ്. ഇറാന്റെ പക്കൽ എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ എനർജി കിട്ടിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വളരെയധികം രസകരമാണ്. അമേരിക്ക തന്നെയാണ് ഇറാന് ഈ ഒരു ന്യൂക്ലിയർ എനർജി സിസ്റ്റം കൊടുത്തത്. 1950 കോൾഡ് വാർ സമയത്ത് അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരു സഖ്യകക്ഷിയുടെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. ഇറാനിൽ ആ സമയത്ത് ഷാ ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചത്. അപ്പോൾ ഇറാന് അമേരിക്ക ആ ഒരു സമയത്ത് സമാധാനപരമായിട്ട് ഈ ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യാനായിട്ട് അമേരിക്ക തന്നെയാണ് കൊടുത്തത്. പിന്നീട് ഇറാനിൽ ഒരു അട്ടിമറി ഉണ്ടായതിനു ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ തോതിൽ ഒരു ശത്രുക്കളായി മാറി. ലോകം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇറാൻ ശരിക്കും ഒരു ആണവ ശക്തി ആണോ എന്നുള്ളതാണ്. സ്വാഭാവികമായ രീതിയിൽ ഒരു യുറേനിയം 3% എൻറിച്ച്മെന്റ് ചെയ്താണ് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരു 90% എൻറിച്ച്മെന്റ് ചെയ്താൽ മാത്രമാണ് അതൊരു അണുബോംബായി മാറുകയുള്ളൂ. 90% എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ട് സെൻട്രിഫ്യൂജ് സിസ്റ്റം വേണം. അപ്പൊ ഇറാന്റെ പക്കൽ ഭൂഗർഭ അറകളിൽ ഇത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവെ വിശ്വസിച്ച് പോരുന്നത്. എന്നാൽ പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇസ്രായേലിനും അമേരിക്കക്കും എന്നാൽ ഇറാന്റെ പക്കലുള്ള ഈ ഒരു ആയുധ ശേഖരണം അത് ആക്രമണത്തിലൂടെ തകർക്കാൻ സാധിക്കില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ പക്കലുള്ള ഈ ഒരു ആയുധ ശേഖരം ഇറാന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ്. ഭൂമി നിരപ്പിൽ നിന്ന് ഏകദേശം 500 അടി താഴ്ചയിലാണ് ഇറാന്റെ ഈ ഒരു ആയുധ ശേഖരം എല്ലാം തന്നെ ഇറാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. സാധാരണപരമായിട്ടുള്ള ഒരു ബോംബ് വഴി ആക്രമണത്തിലൂടെ ഈ ഒരു ഇറാന്റെ ഭൂഗർഭ അറകൾ തകർക്കാനായിട്ട് സാധ്യമല്ല. പിന്നീടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈവൻ ഇറാന്റെ പക്കൽ ഈ ഒരു അണ്വായുധം ഉണ്ടെങ്കിൽ ഇസ്രായേലിലേക്ക് അവർക്ക് അത് പ്രയോഗിക്കണമെങ്കിൽ ഈ അണ്വായുധം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മിസൈൽ വേണം. അവിടെയാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഇറാൻ ഒരുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്നത്. ഫത്തഹ് എന്ന പേരിലുള്ള ഇറാന്റെ പക്കലുള്ള ക്രൂയിസ് മിസൈൽസ് എല്ലാം തന്നെ വെറും 400 സെക്കൻഡിനുള്ളിൽ ഇറാനിൽ നിന്ന് ഈ ഒരു ആണവ ആയുധം വഹിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഏത് പ്രദേശത്ത് വേണമെങ്കിലും ഇവർക്ക് ഇത് പ്രഹരിക്കാനായിട്ട് സാധിക്കും. ഇസ്രായേലിന്റെ പക്കലുള്ള ഈ ഒരു ഡോം സിസ്റ്റത്തിന് ഫത്തഹ് എന്ന് പറഞ്ഞ പേരിലുള്ള പ്രകാശ വേഗതയുടെ ഏകദേശം 15 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു മിസൈലിനെ തകർക്കാനോ തടയാനോ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇറാന് ഇത്ര വലിയ തോതിൽ പേടിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈവൻ ഇറാന്റെ പക്കൽ ഈ ഒരു വലിയ അണ്വായുധം ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് പരീക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇറാൻ നമുക്കറിയാം വലിയ തോതിലുള്ള ഒരു എർക്കേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അണ്വായുധം അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് എർക്കേക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. ഇറാനിൽ വളരെ അടുത്തിടെ ഒരുപാട് എർക്കേക്കുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഈ ഒരു അണ്വായുധം പ്രയോഗിച്ചതാണോ എന്നുള്ള സംശയം ലോകരാജ്യങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും വലിയ തോതിൽ ഇറാനെ ആക്രമിച്ച് കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് കടക്കാം. ഈ ഒരു യുദ്ധം സമാധാനപരമായിട്ട് അവസാനിക്കുകയാണെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ആകാം ഈ ഒരു യുദ്ധം അവസാനിക്കുക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ സാധ്യത സീസ് ഫയർ തന്നെയാണ്. 2025 ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് 12 ദിവസം നീണ്ടു നിന്ന ആക്രമണത്തിന് ശേഷം സീസ് ഫയർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇരു രാജ്യങ്ങളും സീസ് ഫയർ കരാറിൽ ഏർപ്പെട്ട് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു യുദ്ധം അവസാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ സാധ്യത പല രാജ്യങ്ങളും ഒമാനും സൗദി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും മീഡിയേറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ പിന്തുണയോടെ കൂടിയിട്ട് മീഡിയേറ്റർ ചർച്ചകൾ നടത്തി ഈ ഒരു യുദ്ധം സമാധാനപരമായിട്ട് നിർത്താനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. മൂന്നാമത്തെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധ്യതയാണ് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഇറാനിലെ ഒരു ഭരണ മാറ്റമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഇറാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു യുദ്ധം മേ ബി അവസാനിച്ചേക്കാം. പക്ഷെ അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പര്യവസാനമായിരിക്കും. ഈവൻ അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ കുർദ് ജനത നമുക്കറിയാം ഒരുപാട് നാളുകളായിട്ട് ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് അവിടെ മുറവിളി കൂടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ കൂടിയും ഈ ഒരു യുദ്ധം അവസാനിക്കും. പക്ഷെ ഈവൻ അങ്ങനെ അവസാനിച്ചാൽ പോലും പിന്നീടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഇറാനിൽ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു സാധ്യതയാണ് കൊളാട്രൽ ഡാമേജ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇറാൻ ഇവരുടെ ഭൂഗർഭ അറകളിലാണല്ലോ ഈ അണ്വായുധങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അണ്വായുധം തകർക്കുക എന്നുള്ള ഒരു സമീപനം ഇസ്രായേലും അമേരിക്കയും
അമേരിക്കയും സ്വീകരിക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു കൊളാട്രൽ ഡാമേജിന് ഇടവരുത്തും. ഇതിനു മുമ്പ് അമേരിക്ക ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് പക്ഷേ യുദ്ധത്തിലൂടെ ആയിരുന്നില്ല. ടെക്നോളജി ഉപയോഗിച്ച് 2010 സ്റ്റെക്നെറ്റ് എന്ന പേരിൽ ഈ ഒരു ഭൂഗർഭ അറകളിലുള്ള കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കടത്തി വിട്ടായിരുന്നു ഇറാന്റെ ഈ ഒരു യുറേനിയം എൻറിച്ച്മെന്റ് തടഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി. ഈവൻ ഇറാന്റെ ഈ ഒരു 500 അടി താഴ്ചയിലുള്ള ഭൂഗർഭ അറകൾ തകർക്കത്തക്കവണ്ണമുള്ള ബോംബുകൾ അമേരിക്കയുടെ പക്കൽ ലഭ്യമാണ്. MOVB എന്ന് പറയുന്ന മദർ ഓഫ് ഓൾ ബോംബ് എന്ന ഈ ഒരു ബോംബ് ഏകദേശം ഒരു 10,000 കിലോഗ്രാം ഭാരമുള്ള ഈ ഒരു ബോംബ് അമേരിക്കയുടെ പക്കലുണ്ട്. ഇറാന്റെ 500 അടി താഴ്ചയിലുള്ള ഈ ഒരു ഭൂഗർഭ അറകളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് വലിയ തോതിലുള്ള ഒരു സ്ഫോടനം ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബോംബാണ് മദർ ഓഫ് ഓൾ ബോംബ്. ഈ ഒരു ബോംബ് അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുകയും ഈ ഒരു ബോംബ് ഇറാനിൽ പെനട്രേറ്റ് ചെയ്ത് വലിയ തോതിലുള്ള ഒരു ബോംബിങ്ങിലൂടെ ഇറാന്റെ ആണവ പദ്ധതികളെല്ലാം തന്നെ യുദ്ധത്തിലൂടെ തകർക്കുകയാണെങ്കിൽ അത് വലിയൊരു തോതിലുള്ള ഒരു കൊളാട്രൽ ഡാമേജിന് ഇടവരുത്തും. അപ്പൊ ഇത്തരം പോസിബിലിറ്റീസ് ആണുള്ളത്. നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്ത ഒരു കൊളാട്രൽ ഡാമേജ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ അത് നടക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത സീസ് ഫയറോ അതല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെയോ ഈ ഒരു യുദ്ധം അവസാനിച്ചേക്കാം. ഇനി ഇത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നത്? ഹോർമസ് കടലിടുക്ക് വഴിയാണ് എണ്ണയുടെ ഏകദേശം ഒരു 30% സപ്ലൈ ഉള്ളത്. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. ചൈനക്ക് ഈ ഒരു ഓയിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാണ് ചൈന. വളരെ ചുരുക്കം സമയത്ത് ചൈനയിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രതിസന്ധി മറ്റു രാജ്യങ്ങൾക്ക് അത് ഗുണകരമാകും എങ്കിൽ കൂടിയും ലോങ് ടൈമിലേക്ക് ചൈനയിൽ അവിടുത്തെ മാനുഫാക്ചറിംഗ് ഹബ്ബ് മുടങ്ങുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇന്ത്യ ഇറാനിൽ നിന്ന് നേരിട്ട് ക്രൂഡ് വാങ്ങുന്നതിൽ കൂടിയും ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിന്റെ വിലയിൽ ഉണ്ടാവുന്ന വർധനവ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്കും വലിയ തോതിലൊരു ക്ഷീണമാകും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം US ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് 30 ദിവസത്തേക്ക് ഓയിൽ വാങ്ങാനായിട്ടുള്ളൊരു അനുമതി കൊടുത്തത്. നമുക്കറിയാം 2025 ഇതിനു മുമ്പ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഒരു സഹായം കിട്ടിയിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് പാകിസ്ഥാൻ അഫ്ഗാൻ വാർ നടക്കുന്നത് കൊണ്ട് പാകിസ്ഥാൻ ആർമിക്ക് ഇറാനെ സഹായിക്കാനുള്ള സാധ്യതകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം അധികം നീണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ ഇത് അവസാനിക്കുമെന്ന് തന്നെയാണ് വിശ്വസിച്ചു പോരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.